ഗൈസ്, എല്ലാവർക്കും Thetechsparkcloud ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 15 വാട്ട് ഡ്യുവൽ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ചെറിയ ആംപ്ലിഫയർ ബോർഡാണ്. അത് 12 വോൾട്ടിൻ്റെയാണ് ആംപ്ലിഫയർ ബോർഡ്. അതിൻ്റെ കൂടെ നമ്മൾ ബ്ലൂടൂത്ത് മോഡ്യൂളും വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നോക്കുന്നത്. ആംപ്ലിഫയർ ബോർഡിലെ IC എന്ന് പറയുന്നത് PAMൻ്റെ 8610 എന്ന് പറയുന്ന ആംപ്ലിഫയറിൻ്റെ IC ആണ്. ഓക്കെ, ഇത് ക്ലാസ് D ടൈപ്പ് ആംപ്ലിഫയർ ആണ്, അതുകൊണ്ട് കൂടുതൽ എഫിഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 3 ഇൻപുട്ടാണ്, അതായത് ഗ്രൗണ്ട്, റൈറ്റ് ചാനൽ, ലെഫ്റ്റ് ചാനൽ. അതാണ് ഓഡിയോ ഇൻപുട്ട് വരുന്നത്. പിന്നെ ലെഫ്റ്റും റൈറ്റിലേക്ക് സ്പീക്കർ ഔട്ട്പുട്ടും 12 വോൾട്ടേജ് ഇൻപുട്ടും, അതായത് 12 വോൾട്ടേജ് ആണ് ഇതിൻ്റെ DC 12 വോൾട്ടാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ റെഗുലേറ്റർ IC. ബ്ലൂടൂത്ത് മോഡ്യൂളിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. റെഗുലേറ്റർ IC എന്ന് പറയുന്നത് 7805 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻപുട്ട് 12 വോൾട്ട്, നമ്മളിവിടെ 12 വോൾട്ടാണ് കൊടുക്കുന്നത്. ഇതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് ആയിരിക്കും. ഈ 5 വോൾട്ടാണ് നമുക്ക് ആ ബ്ലൂടൂത്ത് ബോർഡിന് ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് 5 വോൾട്ടിൻ്റെ രീതിയിൽ അത് കണക്ട് ചെയ്യുക. സെൻറ്റർ ഗ്രൗണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്യണം. ഇതിൻ്റെ വരുന്ന ബ്ലൂടൂത്തിൻ്റെ 3 ഔട്ട്പുട്ട് വരുന്നതാണ് നമ്മൾ ആംപ്ലിഫയറിന് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്കെല്ലാം അവസാനമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ഓഡിയോ ലൈന് മാത്രം സോൾഡർ ചെയ്താൽ മതി. ഇതിൻ്റെ സോൾഡറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്, എല്ലാം കറക്റ്റാണോ എന്ന് ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യാം. ഗൈസ്, നമ്മളിത് കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് വർക്കായില്ല. കറക്റ്റ് വോൾട്ടേജ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് കൊടുത്തത്. പക്ഷേ അതിൽ പ്രോപ്പറായിട്ട് ഒരു ഇൻസുലേഷൻ ചെയ്യാഞ്ഞത് കൊണ്ട് അതിന് ആ ഒരു ആംപ്ലിഫയർ ബോർഡിന് കംപ്ലയിൻറ്റ് സംഭവിച്ചു. ഞാനിവിടെ വേറൊരു ആംപ്ലിഫയർ ബോർഡാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കാരണം ഇതാണ് ഞാൻ നോക്കിയപ്പോൾ ഇച്ചിരി ബെറ്റർ. കാരണം 8 വോൾട്ട് തൊട്ട് 24 വോൾട്ടേജ് വരെ ഇൻപുട്ടാണ് ഈ ആംപ്ലിഫയർ ബോർഡ്. അത് മാത്രമല്ല, അതിനകത്ത് നമ്മൾ പവർ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ ആംപ്ലിഫയർ ബോർഡ് യൂസ് ചെയ്തിരിക്കുന്നത് TPA 3110 എന്ന് പറയുന്ന ആംപ്ലിഫയർ IC ആണ്. ഇതിൽ നമ്മൾ ഈ ബോട്ടിലിനകത്താണ് നമ്മൾ ഈ ആംപ്ലിഫയറെല്ലാം സെറ്റ് ചെയ്യുന്നത്. അതേപോലെ ചെറിയൊരു സ്പീക്കറും ഉണ്ട്. നമുക്ക് ഒരു നോർമലായിട്ടൊരു ചെറിയൊരു സ്പീക്കറും ഒരു മീഡിയം ടൈപ്പ് സ്പീക്കറും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ കാണാം, പവറിന് കൊടുക്കുമ്പോൾ തന്നെ ലൈറ്റ് അവിടെ ഓണാവും. എന്നിട്ട് നമുക്കവിടെ ഒരു പാട്ടിട്ട് നോക്കാം. Connected. Hold me close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways, and on we'll go. നമുക്കിനി ഈ ചെറിയ ആംപ്ലിഫയർ ബോർഡ് ഒരു ബോക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കയറാത്ത രീതിയിലാക്കാം. അതിന് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ബോട്ടിലാണ്. ഇതാണ് ആ ബോട്ടിൽ. ഈ ബോട്ടിലിൻ്റെ സൈഡ് ഒരു നൈഫോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലേഡോ ഉപയോഗിച്ച് ചെറുതായിട്ട് കീറിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ആ വയർ കയറ്റി വിട്ടിട്ട് അതിനുശേഷം നമ്മൾ ആ ബോർഡ് അതിനകത്തേക്ക് മെല്ലെ കയറ്റി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് സിലിക്കോണോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ ഉണ്ടെങ്കിൽ ഇൻസുലേഷൻ ടേപ്പോ
നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒരു സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ ചെറുതായിട്ടൊരു സിലിക്കോൺ തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അതിൻ്റെ മണ്ടയ്ക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ വീഡിയോയിൽ നന്നായിട്ട് കാണിക്കും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റുമെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും അത് കമൻറ്റായി രേഖപ്പെടുത്തണം. കാരണം നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളത് എങ്ങനെ മാക്സിമം അത് കുറച്ചിട്ട് നല്ല വീഡിയോ നിങ്ങൾക്ക് കാഴ്ചവെക്കുന്നതാണ്. ഇതേപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ മെല്ലെ അതിലേക്ക് നമ്മൾ ഇറക്കി കൊടുക്കണം. കാരണം ചെറിയതാണ് ആംപ്ലിഫയർ ബോർഡും അതേപോലെ ബ്ലൂടൂത്ത് ബോർഡും. അത് ഒത്തിരി ബലം കൊടുത്താൽ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടപ്പ് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ആ വയർ വെളിയിലേക്ക് എടുക്കാനായിട്ട് ഒരു ഹോൾ ഇടുകയാണ്. ആ ഹോൾ ഒരു നൈഫ് ഉപയോഗിച്ച് കറക്കി എടുക്കാം. പിന്നെ ഇങ്ങനെ കറക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നൈഫ് ഒടിഞ്ഞ് കൈ കീറാതെ കൈ മുറിയാണ്ട് നോക്കണം. ഓക്കെ, ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ അതിനൊരു സർക്കിളോ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ ഒരു സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ തന്നെ അതിലേക്ക് ഒരു കിഴുത്ത പോലെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെളിയിലായതുകൊണ്ട് നമുക്ക് സോൾഡറിങ് അയൺ ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് എടുത്തില്ല. അതുകൊണ്ടാണ് നൈഫ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ വയറുകളെല്ലാം ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അതിനുശേഷം ആ ബോട്ടിൽ നമുക്ക് ടൈറ്റായിട്ട് മുറുക്കി അടച്ചിട്ട് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നീളമുള്ള വയറാണ് ഇതിലെ പവർ ഇൻപുട്ടായിട്ട് എടുത്തിരിക്കുന്നത്. ബാക്കി ഒരു 2 വയറാണ് സ്പീക്കർ ലൈൻ. ഇതിപ്പോൾ ഒരു ബൈക്കിന് വേണ്ടി ഒരു ചെറിയ ആംപ്ലിഫയറാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബൈക്കിന് നമ്മൾ എങ്ങനെ ആണ് ഒരു ചെറിയ ആംപ്ലിഫയർ നമ്മൾ ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം ഇത് ആ ബൈക്കിൽ നിന്ന് ഊരി മാറ്റുന്നതാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ ഈ സ്വന്തം MVD നമുക്ക് കേട്ട് പണി തരുമെന്നുള്ള കാര്യം. അതുകൊണ്ട് ഇതൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ ഹോണ്ടയുടെ യൂണിക്കോണിലാണ് നമ്മളിന്ന് ഈ ഒരു സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ പവർ ലൈൻ വലിക്കാം. പവർ ലൈൻ അതിൻ്റെ ആ സൈഡ് ഗാർഡിൽ കൂടെ നമ്മൾ വയറെടുത്തിട്ട് ലെവലിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അവിടെ സ്വിച്ച് നമ്മൾ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ ആ സ്വിച്ചിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇത് ലൈൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആംപ്ലിഫയർ ബോർഡ് അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ എർത്ത് നെഗറ്റീവ് നമുക്ക് ബോഡി എർത്തുകളോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ലൈൻ വലിച്ചോ കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഹോണിൻ്റെ നെഗറ്റീവിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ബോട്ടിൽ ആ സൈഡിലോട്ട് വെള്ളം നനയാത്ത രീതിയിലേക്ക് സൈഡിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് സ്പീക്കറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ചെറിയ സ്പീക്കറാണ്. ഈ സ്പീക്കർ 5 വാട്ടിൻ്റെ 4 ഓമിൻ്റെ സ്പീക്കറാണ്. ആ സ്പീക്കർ ഒരു പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് ഒരു ബോക്സ് ആവില്ല, എന്നാലും വെള്ളം നനയാത്ത രീതിയിലും നമുക്ക് സൗണ്ട് നല്ലതായിട്ട് കിട്ടുന്ന രീതിയിലുമാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 2 ട്യൂട്ടർ ലെഫ്റ്റും റൈറ്റിലും ജോയിൻറ്റ് ചെയ്തിട്ട് ട്യൂട്ടർ കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി കിട്ടും. ഫ്ലെക്സ് ക്വിക്ക് ഉപയോഗിച്ചാണ് നമ്മളിവിടെ 2 ട്യൂട്ടറും കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ട്യൂട്ടറിൻ്റെ ലെഫ്റ്റും റൈറ്റിലേക്ക് ചാനലിന് സപ്ലൈ കൊടുക്കാം. അതിന് നമ്മൾ ഓൾറെഡി എടുത്ത ആംപ്ലിഫയറിൻ്റെ 2 ഔട്ട്പുട്ട് ലൈൻ ഒരു ലെഫ്റ്റും ഒരു റൈറ്റുമാണ് വരുന്നത്. അത് നമുക്ക് ട്യൂട്ടറിൻ്റെ ലെഫ്റ്റും റൈറ്റിലേക്കും ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ നിങ്ങൾ ഒരു ശ്രദ്ധിക്കുക, ഈ ആംപ്ലിഫയർ ബോർഡ് നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, ചെറുത് തന്നെയാണ്. കാരണം അതിൽ തന്നെ എല്ലാം നമ്മൾക്ക് കൊടുത്തിട്ടുണ്ട്.
ഓഡിയോ ഇൻപുട്ടും അതേപോലെ സ്പീക്കർ ഔട്ട്പുട്ട്, ലെഫ്റ്റിലെ സ്പീക്കർ ഔട്ട്പുട്ട്, റൈറ്റിലെ ഇത് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് ഇൻപുട്ടും കൊടുത്തിട്ടുള്ളതുകൊണ്ട് വലിയ കോംപ്ലിക്കേഷൻസ് വരത്തില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളിലും കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ഔട്ട്പുട്ട് ലെഫ്റ്റും റൈറ്റും അതേപോലെ ഗ്രൗണ്ടും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 5 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരില്ല, കറക്റ്റായിട്ട് തന്നെ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ലൈനെല്ലാം പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ ചെയ്യാം. ഇത് അഴിച്ചെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഒരു സെല്ലോ ടേപ്പിൻ്റെ യൂസ് കൊണ്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് ഒരു സെല്ലോ ടേപ്പേ ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ തിരിച്ച് അഴിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് എല്ലാ വയറും നമ്മൾ ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷം വയറെല്ലാം കുരുങ്ങി കിടക്കാതെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് ചുറ്റി വൃത്തിയാക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് സൗണ്ട് ഒരു പാട്ടിട്ട് നോക്കാം. അതിന് ശേഷം എല്ലാത്തിനും ശേഷം നമ്മൾ ആ ഓഡിയോ സിസ്റ്റം അഴിച്ചെടുക്കുന്നതാണ്. പ്രത്യേകം ഓർത്തിരിക്കണം, കാരണം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം കേരളത്തിലെ MPD എങ്ങനെയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓണാവുകയാണ്. Connected. അപ്പോൾ നമുക്ക് ഓഡിയോ കണക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് ശബ്ദം എന്നറിയാം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And we'll go through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go through the wastelands, through the highways, and on we'll go. അപ്പോൾ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി കംപ്ലീറ്റ് ആയിട്ട് നമുക്കെല്ലാം ഒന്ന് വണ്ടി വെളിയിലിച്ച് നമുക്കൊന്ന് കേട്ട് നോക്കാം, ശബ്ദമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയാം. Through the wastelands, through the highways, till my shadow turns to sun rays.